തിരുവനന്തപുരം നഗരം ചലിക്കരുത് എന്ന് എസ്എഫ്ഐ വിചാരിച്ചാൽ ചലിക്കില്ലെന്ന് എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പ്രഖ്യാപിച്ചതിനു പിന്നാലെ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം എസ്എഫ്ഐയുടെ പ്രകടനത്തിൽ കുടുങ്ങി. ഇത് ഗുരുതര വീഴ്ചയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. AKG സെന്ററിൽ നിന്നും പുറപ്പെട്ട വാഹനവ്യൂഹമാണ് പാളയത്ത് എസ്എഫ്ഐ സമരത്തിന് ഇടയിൽപ്പെട്ടത്. Z+ കാറ്റഗറിയിൽപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാഹനം സമരക്കാർക്കിടയിൽപ്പെട്ടത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണെന്നാണ് റിപ്പോർട്ട്. സമരമാണെന്ന് വ്യക്തമാക്കിയിട്ടും സമരം നടക്കുന്ന വഴി വാഹനവ്യൂഹത്തെ കടത്തിവിട്ടത് തെറ്റാണെന്നും വാഹനം മറ്റൊരു വഴി തിരിച്ചുവിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്പെൻസർ ജംഗ്ഷനിൽ നിന്നും പാളയം വഴി കടത്തിവിടാൻ മറ്റൊരു വഴിയെന്ന സാധ്യതയുണ്ടെന്നിരിക്കെയാണ് സുരക്ഷാ വീഴ്ചയുണ്ടായത്. എന്നാൽ അതിനുള്ള സമയം ലഭിച്ചില്ലെന്നാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരുടെ വിശദീകരണം. തിരുവനന്തപുരം നഗരം ചലിക്കരുത് എന്ന് SFI വിചാരിച്ചാൽ ചലിക്കില്ലെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PO ആർഷോ രാവിലെയാണ് വെല്ലുവിളി മുഴക്കിയത്. ഹാലിളകിയാൽ നിലയ്ക്ക് നിർത്താൻ SFIക്ക് അറിയാം. അതിന് കേരളത്തിലെ മുഴുവൻ SFI ഒന്നും വേണ്ട, തിരുവനന്തപുരം നഗരത്തിലെ SFI മാത്രം മതിയെന്നായിരുന്നു ആർഷോ വെല്ലുവിളിച്ചത്. കേരള സർവകലാശാല ആസ്ഥാനത്ത് ഇന്നും നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ സംസാരിക്കുകയായിരുന്നു ആർഷോ. ഇതിനിടയ്ക്കാണ് മുഖ്യമന്ത്രിയും പെട്ടുപോയത്. സമാധാനപരമായും മാതൃകാപരമായും അനിശ്ചിതകാല സമരം മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് SFI ആഗ്രഹിച്ചതെന്ന് ആർഷോ പറഞ്ഞു. മോഹനൻ കുന്നുമ്മൽ എന്ന RSSുകാരന് SFIയെ കണ്ടാൽ ഹാലിളകും. അതുകൊണ്ടാണ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയനെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത്. ഹാലിളകിയാൽ നിലയ്ക്ക് നിർത്താൻ SFIക്ക് അറിയാം, ആർഷോ പറഞ്ഞു. കർണാടകയിലെ നിങ്ങൾ കണ്ട 4ഉം 3ഉം 7 ABVPക്കാരല്ല കേരളത്തിലെ SFI എന്നും ആർഷോ പറഞ്ഞു. സർവകലാശാലയുടെ പടിവാതിക്കലിൽ ഞങ്ങൾ സമരം പുനരാരംഭിക്കുകയാണ്. ജനാധിപത്യപരമായി സമരം മുന്നോട്ടു പോകും, ആർഷോ പറഞ്ഞു. DCP ഒരുത്തൻ ഇന്നലെ SFIയുടെ നെഞ്ചത്ത് കയറി. കർണാടകയിൽ നിങ്ങൾ കണ്ട 4ഉം 3ഉം 7 ABVPക്കാരല്ല കേരളത്തിൽ. SFI DCP അനങ്ങണ്ട എന്ന് തീരുമാനിച്ചാൽ അനങ്ങില്ല. സർവകലാശാലയുടെ പടിവാതിക്കൽ ഞങ്ങൾ സമരം പുനരാരംഭിക്കുകയാണ്. കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിനെതിരെ കടുത്ത അധിക്ഷേപമാണ് ആർഷോ നടത്തിയത്. തൃശൂരിലെ വീട് വിട്ട് പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. കുന്നുമ്മൽ മോഹന, നിനക്ക് നിന്റെ വീട് വിട്ട് പുറത്തിറങ്ങാൻ സാധിക്കില്ല എന്നായിരുന്നു ആർഷോയുടെ ഭീഷണി. എന്തായാലും സമരത്തിനിടയ്ക്കാണ് മുഖ്യമന്ത്രിയുടെ വാഹനം പെട്ടുപോയത്. സമരം നടക്കുന്ന വഴിയിലൂടെ തന്നെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിനും കടന്നു പോകേണ്ടി വന്നു. ഇത് ഗുരുതര വീഴ്ചയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. AKG സെന്ററിൽ നിന്നും പുറപ്പെട്ട വാഹനവ്യൂഹമാണ് പാളയത്ത് വെച്ച് സമരത്തിനിടയിൽപ്പെട്ടത്. ഇത് സുരക്ഷാ വീഴ്ച തന്നെയാണെന്നാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്.